കാര്യങ്ങൾ ഇതിന്റെ അപ്പുറം കോമഡി. 100 കോടി ഇല്ലെങ്കിൽ അവനെ നനങ്ങൂല. ടോളിവുഡ്, സാൻഡൽവുഡ്, മോളിവുഡ്, ബോളിവുഡ്, ഹോളിവുഡ്, എന്ത് വുഡ്, ഇത് ഒരു വുഡ് ശരിയല്ല. ആർക്കും ആർട്ടിനോടൊരു സ്നേഹമില്ല. അതൊക്കെ ആ പഴയ പടങ്ങൾ എന്ത് രസമായിരുന്നല്ലേ, പ്രകൃതിപരമായ ആർട്ടൊക്കെ ഉണ്ടാക്കി. എന്റെ കയ്യിലെല്ലാം കിട്ടിയിരുന്ന ഞാൻ അടിച്ച് ഞാൻ കൈ കൊടുത്താനാ. മലയാള ഇൻഡസ്ട്രിയെ ഞാൻ മോളി കയറ്റിയാനാ. ഇനി നിങ്ങളുടെ അടുത്ത് ഞാനൊരു കാര്യം പറയട്ടെ. വേണ്ട, മിണ്ടായി. നീ പറ. നടൻ യദു കൃഷ്ണയ്ക്ക് ഇത്രയും സാലറിയുടെ ആവശ്യമുണ്ടോ? സാലറിയുടെ കാര്യമല്ല, യദു കൃഷ്ണയ്ക്ക് കരിയറിൽ ഒരു ശ്രദ്ധയില്ല. എന്റെ പൊന്നാളിയാ സത്യം, അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. നിങ്ങൾ സിനിമയുടെ കാര്യമൊക്കെ വിട്, നമ്മളെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സിനിമാ കാര്യം വിടും മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ആ താല്പര്യമില്ല, നീ മിണ്ടാതിരി. എന്തേലും മനസ്സ് വെച്ചിട്ടാണോ ഹാഷിർ നീ ഇപ്പൊ എന്റെ അടുത്ത് സംസാരിക്കുന്നത്? തേങ്ങയില്ല, നീ മിണ്ടാതിരി. അജയ്ക്ക് ഇപ്പൊ 1 ലക്ഷം രൂപയാണ് സാലറി. അതിലിരിക്കാൻ ജോലി റിസൈൻ ചെയ്തു. ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അജയ്ക്ക് ഒരു മോളുണ്ട്, ഒരു മോനുണ്ട്. ഇവൻ എങ്ങനെ അവന്റെ കരിയർ കൊണ്ടുപോകും? എടാ, ഈ പോക്ക് പോവാണെങ്കിൽ അവന്റെ മകളെ കൊണ്ട് എന്റെ മകനെ കെട്ടിക്കേണ്ടി വരും. എന്തായാലും അത്രയും ദാരിദ്ര്യം അവന് വന്നിട്ടില്ല. അത് കാര്യം. ഗൾഫിൽ നല്ലൊരു ജോലി കഴിഞ്ഞിട്ട് ഷാനവാസ് ഇവിടെ വന്ന് നിൽക്കുന്നു. എന്തിന്റെ കഴപ്പ്? അവനൊന്നും കരിയറിൽ വലിയ ശ്രദ്ധയില്ല. കരിയറിന്റെ സ്പെല്ലിംഗ് പോലും നേരെ അറിഞ്ഞൂടെ.